ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കട്ടിങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ഫസ്റ്റ് കാണുക, എന്നിട്ട് ഈ സ്റ്റിച്ചിങ് വീഡിയോ കാണുക. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യുന്നത് നെക്ക്, അതായത് ക്യാൻവാസ് ഒട്ടിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാൻവാസ് ഒട്ടിക്കുന്നത്, ക്യാൻവാസിൻ്റെ അടിയിൽ ഒരു പശ ഉണ്ടാകും. അതിൻ്റെ അടിവശം ഒരു ഷൈനിങ് ഉണ്ടാകും. അപ്പോൾ ആ ഷൈനിങ് ഇതുപോലെ താഴത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കേണ്ടത്. അതായത് നമ്മൾ സെയിം പീസ് തന്നെ വെച്ച്, ഏത് ബിറ്റാണോ ചെയ്യുന്നത് അതിൻ്റെ സെയിം പീസ് വെച്ചിട്ട് തന്നെ ക്യാൻവാസ് ഒട്ടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസിൻ്റെ മേലെ അടിയിൽ ഷൈനിങ് ഉള്ള പശഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മുടെ അയൺ ബോക്സ് ഇട്ട് വലിക്കരുത്. പതുക്കെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇവിടെ ബാക്ക് നെക്ക് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്, ഫ്രണ്ട് നെക്കും ഇതുപോലെ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കട്ടിങ്ങൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാണ് കട്ടിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുക, എന്നിട്ട് സ്റ്റിച്ചിങ് വീഡിയോ കാണുക. എങ്കിലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാൻ ഒട്ടിച്ച് വെച്ച ക്യാൻവാസ് ഇതുപോലെയാണ് ഒട്ടിച്ച് വെച്ചത്. എന്നിട്ട് 1/4 ഇഞ്ച് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടി 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻവാസ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മെഷീൻ്റെ സ്പീഡൊക്കെ കുറയ്ക്കണം. നമ്മൾ ഏതിൻ്റെ നെക്ക് ചെയ്യുകയാണെങ്കിലും മെഷീൻ്റെ സ്പീഡ് കുറയ്ക്കണം. നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ബാക്കും അതുപോലെയാണ് ചെയ്യുന്നത്. ബാക്കും ഫ്രണ്ടും ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത് സ്ക്വയർ നെക്കാണ്. ഇത് ബാക്കും ഫ്രണ്ടും ഇതുപോലെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ച് ഇതുപോലെ മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ക്യാൻവാസ് വെക്കാൻ പോകണം. ക്യാൻവാസ് വെക്കുന്നത് ഫസ്റ്റ് ഞാൻ വെക്കുന്നത് ഫ്രണ്ട് പീസിലാണ്. അപ്പോൾ ക്യാൻവാസ് ഫ്രണ്ട് പീസിൽ ഫസ്റ്റ് വെക്കുമ്പോൾ നമ്മൾ ഇവിടെ ആം ഹോളിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും എല്ലാം കറക്റ്റാക്കി ഇങ്ങനെ ഒരുമിച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ, നെക്കിൻ്റെ സെൻറ്റർ വന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചുരിദാർ പീസിൻ്റെ അതായത് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ നെക്കും അതേപോലെ സെൻറ്റർ ഇതുപോലെ മടക്കി നമ്മൾ നെക്കും മാർക്ക് ചെയ്യണം. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിപ്പോൾ ചുരിദാർ പീസിൻ്റെ നല്ല വശത്താണ് ക്യാൻവാസ് വെക്കേണ്ടത്. ചുരിദാർ പീസിൻ്റെ നല്ല വശം നോക്കിയിട്ട് നല്ല വശത്തിൻ്റെ മേലെ ഇതുപോലെയാണ് ക്യാൻവാസ് വെക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ചുരിദാർ പീസിൻ്റെ നല്ല വശത്തിൽ ഇതുപോലെ സെൻറ്ററൊക്കെ കറക്റ്റാക്കി അടയാളപ്പെടുത്തി വെച്ചതിന് ശേഷം ക്യാൻവാസ് നെക്ക് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഇതുപോലെ ആം ഹോളിൻ്റെ ഈ 2 സൈഡും നമ്മൾ കറക്റ്റാക്കി അളവ് നോക്കണം. എങ്കിലേ നമുക്കിത് കറക്റ്റ് സെൻറ്ററായിട്ട് വരുള്ളൂ. ഇതുപോലെ ഈ 2 സൈഡിൻ്റെയും അളവ് നോക്കണം. അത് നമ്മൾ ഫ്രണ്ട് നെക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തൊക്കെ കൂടുതലുള്ള നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് നോക്കണം. ഈ 2 സൈഡും കറക്റ്റായി അളവ് നോക്കി സെൻറ്ററും ഒക്കെ കറക്റ്റായിന്ന് നമ്മൾക്ക് ഉറപ്പ് വന്നതിന് ശേഷം ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിലൂടെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പിൻ ചെയ്ത് വെക്കുന്നത്. ഫസ്റ്റാണ് നെക്ക് ചെയ്യുന്നവർ പഠിക്കുന്നവർ അങ്ങനെയാണെന്നുള്ളവർ ഒരു പിന്ന് പോരാ, ഇതിൻ്റെ 4 വശത്തും ഓരോ പിൻ ചെയ്ത് വെക്കണം. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും 4 വശത്തും ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു പിന്നേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെഷീൻ്റെ സ്പീഡ് കുറയ്ക്കുക. അല്ലാതെ ഫുൾ സ്പീഡിലൊന്നും ഇട്ട് സ്റ്റിച്ച് ചെയ്താൽ നെക്ക് വൃത്തിയാവില്ല. നെക്കിൻ്റെ സ്പീഡ് കുറച്ചിട്ട് ചെറിയ സ്റ്റിച്ചാക്കുക. എന്നിട്ട് ഇതുപോലെ ക്യാൻവാസിൽ നമ്മളിവിടെ കാണുന്ന ഈ ക്യാൻവാസിൻ്റെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്യാൻവാസിൽ സൂചി തട്ടാനേ പാടില്ല. ക്യാൻവാസിൻ്റെ അരികത്തൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ സ്ക്വയർ കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പിന്നെടുത്തിട്ട്
ഇത് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശം നോക്കിയിട്ട് വേണം ക്യാൻവാസ് വെക്കണമെങ്കിൽ. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നെക്കിൻ്റെ ഇതുപോലെ 2 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. നമുക്കത് എങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ സ്ക്വയർ കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്, ഇനി ക്യാൻവാസ് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് പതിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഇത് അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാനിങ്ങനെ പതിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് ഈ ക്യാൻവാസ് ഈ അരികത്തൂടെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യാം. ഇപ്പം ഞാൻ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഹെമ്മിങ് ചെയ്യുന്നത്. പതിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തയ്യൽ തുമ്പ് ഒരു പോയിൻറ്റ്, അതായത് 1/4 ഇഞ്ച് വേണ്ട, ഒരു പോയിൻറ്റ് ഗ്യാപ്പിൽ ഇതുപോലെ നെക്കിൻ്റെ സൈഡിലൂടെ ഇതുപോലെ പതുക്കെ ചെയ്തെടുക്കുക. ഒരു പോയിൻ്റ് നമ്മളിവിടെ അളവ് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നെക്കിന്ന് ഇങ്ങനെ ഇറങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതൊരു പോയിൻ്റ് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഹെമ്മിങ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നെക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ ഫ്രണ്ട് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശത്ത് ഞാൻ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്ക് വയ്ക്കുമ്പോൾ നല്ല വശം നോക്കി വെക്കണം. അത് ശ്രദ്ധിക്കണം. നല്ല വശവും അടിവശവും നിങ്ങൾ അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇനി ബാക്കാണ് ചെയ്യുന്നത്. ബാക്കും നേരത്തെ പറഞ്ഞതുപോലെ നല്ല വശം നോക്കി 2 സൈഡും കറക്റ്റാക്കി വെച്ച് സെൻറ്റർ കറക്റ്റാക്കി മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നെക്കിലും സെൻറ്റർ അടയാളപ്പെടുത്തി, നെക്കിൻ്റെ ഇറക്കത്തിലുള്ള സെൻറ്ററും അടയാളപ്പെടുത്തി കറക്റ്റാക്കി 2 സൈഡും നമ്മൾ അളവെടുത്ത് നമ്മൾക്കത് കറക്റ്റായെന്ന് നമുക്ക് ഉറപ്പ് വന്നതിന് ശേഷം പിൻ ചെയ്യുക. പിൻ ചെയ്തിട്ട് ബാക്ക് നെക്കും ഇതുപോലെ ക്യാൻവാസിൽ തട്ടാതെ അരികത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നെക്കൊക്കെ കറക്റ്റായി ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക. ഞാനിവിടെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്ക് നെക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതും 1/4 ഇഞ്ച് ഗ്യാപ്പിൽ തുമ്പ് വിട്ടിട്ട് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ബാക്കിലും നമ്മൾ ഇതുപോലെ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത പോലെ ഇതുപോലെ ബാക്ക് നെക്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് ഈ പീസിൻ്റെ സ്ക്വയർ കറക്റ്റായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ക്യാൻവാസ് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് മടക്കുമ്പോൾ അത് ഫിനിഷിങ്ങായി വൃത്തിക്ക് കിടക്കും. അതിനാണ് അങ്ങനെ കൈ വെച്ചൊന്ന് ചെയ്യുന്നത്. എന്നിട്ട് ഇനി ഷോൾഡർ കൂട്ടാൻ പോണേ, അതായത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ വെക്കണം. എന്നിട്ട് ഷോൾഡർ ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ മറിച്ചിട്ട് ഇതുപോലെ നല്ല വശവും ചേർത്തിയിട്ടാണ് വെക്കുന്നത്. നല്ല വശവും ചേർത്തിയിട്ടാണ് ഇതുപോലെയാണ് വെക്കുന്നത്. ഷോൾഡർ കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഷോൾഡർ കൂട്ടുമ്പോൾ ഇതുപോലെയാണ് കൂട്ടേണ്ടത്. ബാക്ക് നെക്കിൻ്റെ പീസ്, അതായത് നെക്ക് സ്റ്റിച്ച് ചെയ്ത പീസ് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ കയറി ഇറങ്ങി വരില്ല, കറക്റ്റായി ഫിനിഷിങ്ങോട് കൂടി ഉണ്ടാവും. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഇതിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഇനി ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ നമുക്ക് ക്യാൻവാസും ലൈനിങ്ങും നെക്കിൽ വെക്കുന്ന പീസും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ ഷോൾഡറും ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടി കൂടിയിട്ട് ബാക്കും ഫ്രണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട്
അത് ചെറിയൊരു കയറി ഇറങ്ങലൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷോൾഡർ കയറി ഇറങ്ങി വരാതെ വൃത്തിയായിട്ട് കിട്ടും. ഇത് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ വൃത്തിയായിട്ട് ഷോൾഡർ കറക്റ്റായി വരും. ഇതുപോലെ ഇവിടെ ഞാൻ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊക്കെ ഒന്ന് കറക്റ്റായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ അതേ ഇവിടെ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഭാഗം ഇവിടെ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് കയറി ഇറങ്ങിയിട്ടൊന്നും വന്നിട്ടില്ല. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. രണ്ട് ഷോൾഡറും ഇതുപോലെ ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കട്ടിക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എന്നിട്ട് ബാക്ക് നെക്കും ഇതുപോലെ പതിച്ച് ഒരു പോയിൻ്റ് സ്റ്റിച്ചിൽ പതിച്ചടിക്കുകയാണ്. ഞാനിവിടെ ഒരു പോയിൻ്റ് കൊടുക്കുന്നത് നമ്മൾ അടിവശം ഹെമ്മിങ് ചെയ്യും. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഈ നൂല്, അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊക്കെ കാണുന്ന നൂലുകൾ ആ കൈയോടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾക്ക് മറക്കും. പിന്നെ ഇതുപോലെയാണ് നെക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് ബാക്കും ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്ത് നെക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിവശത്ത് ഞാൻ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതുപോലെ ക്യാൻവാസൊക്കെ വെച്ച് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയി വൃത്തിയിൽ കിടക്കും. അപ്പോൾ എല്ലാവരും ക്യാൻവാസ് വെച്ച് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെയൊക്കെ മെറ്റീരിയൽ ആകുമ്പോൾ ക്യാൻവാസൊക്കെ വെച്ച് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അടുത്ത് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് നമ്മൾ സൈഡ് കൂട്ടുകയാണ്. സൈഡ് കൂട്ടുമ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് 22ആണ്. നേരത്തെ തന്നെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാക്കി ആ മാർക്കോട് നമ്മൾ കട്ടിങ് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ ഞാൻ വെട്ടിവിടും. ഷേപ്പിൻ്റെ അവിടെ, ഹിപ്പിൻ്റെ അവിടെയൊക്കെ വെട്ടിവിടും. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിരിക്കും. നമ്മൾ ലൈനിങ് വെക്കാത്ത പീസൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗം കറക്റ്റായിരിക്കും. ഇതിൽ അളവെടുക്കാനൊന്നുമില്ല. പിന്നെ അളവെടുക്കേണ്ടത് ഷേപ്പിൻ്റെ ഭാഗവും ഹിപ്പിൻ്റെ ഭാഗവുമാണ്. ഷേപ്പിൻ്റെ ഭാഗവും ഹിപ്പിൻ്റെ ഭാഗവും അളവെടുക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും നമ്മളിപ്പോൾ 2 ഇഞ്ചാണോ ഗ്യാപ്പ് നമ്മൾ തയ്യൽ തുമ്പിന് വിട്ടിരിക്കുന്നത്, 1 ഇഞ്ചാണോ തയ്യൽ തുമ്പിന്, നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിന് വിടുന്നത് അത്ര വിട്ടതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പിൻ്റെ ഭാഗവും വേസ്റ്റ് അളന്നെടുക്കുക. ഹിപ്പിൻ്റെ ഭാഗവും നമ്മൾ തയ്യൽ തുമ്പ് വിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഹിപ്പിൻ്റെ ഭാഗവും എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വിടുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ തയ്യൽ തുമ്പ് ഈ സൈഡിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഹിപ്പും അളന്നെടുക്കുക. ഹിപ്പ് എനിക്കിതിൽ വേണ്ടത് 24 ഇഞ്ചാണ്. ഞാൻ ഈ മെറ്റീരിയലിൽ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിരിക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഷേപ്പും കറക്റ്റ്. ഷേപ്പ് ഇതിൽ വരുന്നത് 21 ഇഞ്ചാണ്. ചെസ്റ്റ് വരുന്നത് 22 ഇഞ്ച്, ഹിപ്പ് വരുന്നത് 24 ഇഞ്ച്. അത്യാവശ്യം തടിയുള്ള ഒരാളാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരാൾ. എന്നിട്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലും എൻ്റെ DCയും ഒരേ കളറായതുകൊണ്ട് നിങ്ങൾക്കിതിൽ മാർക്ക് കാണുന്നുണ്ടാവില്ല. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ ഇതുപോലെ സ്റ്റിച്ചിങ് ഒന്ന് കെട്ടിട്ടിട്ട് വേണം എടുക്കണമെങ്കിൽ. അളവിൽ നമ്മൾ കറക്റ്റായി ഒരു സ്റ്റിച്ച് ഇട്ടതിന് ശേഷം പിന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കണം. 1/4 ഇഞ്ച് ഗ്യാപ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മളുടെ അതായത് സ്റ്റിച്ചിൻ്റെ ഈ പല്ലുണ്ടല്ലോ, ഇതിൻ്റെ ഒരു അളവ് വെച്ചിട്ട് തന്നെ അളവ് വെച്ചാൽ കറക്റ്റായിരിക്കും 1/4 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ചിങ് ചെയ്ത് ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത തയ്യലിൻ്റെ മേലെ കൂടെ തന്നെ തയ്യലിടുക. എന്നിട്ട് ഇതുപോലെ താഴെ എത്തുമ്പോൾ കെട്ടിട്ടിട്ട് വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ 2 വശവും ഇതുപോലെയാണ് ചെയ്യേണ്ടത്.
രണ്ട് വശം ഇതുപോലെ അളവെടുത്ത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. താഴെ എത്തുമ്പോൾ നമ്മളൊന്ന് നല്ല കെട്ടിടുക. പിന്നെ 2 സ്റ്റിച്ച് ഇടുവാണെങ്കിൽ ഹിപ്പിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ മേലെ കൂടെ തന്നെ ഒരു സ്റ്റിച്ച്, നമ്മൾ സെക്കൻഡ് സ്റ്റിച്ച് ഇടുന്നത് ഫസ്റ്റ് സ്റ്റിച്ച് ഇട്ട് അതിൻ്റെ മേളിലൂടെ തന്നെ വരണം. പിന്നെ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ സ്ലിറ്റാണ് തയ്ക്കുന്നത്. സ്ലിറ്റും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റ് നമ്മൾ ആദ്യം എത്രയാണോ ഫോൾഡ് ചെയ്തേക്കുന്നത് അതേ അളവിൽ ഇതുപോലെ ഉള്ളിലോട്ട് മടക്കുന്ന പീസും പുറത്തോട്ട് കാണുന്ന പീസും ഇതുപോലെ ഒരേ അളവിൽ മടക്കിയിട്ട് കറക്റ്റാക്കി ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതായത് സ്പീഡ് കുറച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. നമ്മൾ ഓപ്പണിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ മടക്കുന്ന ഈ മേലത്തെ പീസൊന്നും വലിക്കരുത്, ലൂസാക്കി തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ വലിച്ചാൽ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു എൻഡിലെത്തുമ്പോൾ, അതായത് മേലെ ഹിപ്പിൻ്റെ ഭാഗത്താണെങ്കിലും താഴെയാണെങ്കിലും നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്ന പീസ് വലിച്ചാൽ നമ്മുടെ സ്ലിറ്റ് മടക്കി തയ്ച്ച ഭാഗം പിരിഞ്ഞ് നിൽക്കും. അപ്പോൾ അത് പിരിയാതിരിക്കാനാണ് നമ്മൾ മടക്കി വെക്കുന്ന പീസ് ലൂസാക്കി തന്നെ ഇതുപോലെ കറക്റ്റായി വെച്ച് വിരലുകൊണ്ടൊക്കെ ഇതുപോലെ ചെയ്ത് കറക്റ്റായി ഫിനിഷിംഗ് ആയിട്ട് വേണം സ്ലിറ്റൊക്കെ തയ്ക്കണമെങ്കിൽ. കാരണം സ്ലിറ്റ് കാണുന്ന ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കറക്റ്റായി നമ്മുടെ സ്റ്റിച്ച് വളയാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ മടക്കി വെക്കുന്ന പീസ് കറക്റ്റ് ഒരേ അളവിലായിരിക്കണം, എങ്കിലേ നമ്മുടെ സ്ലിറ്റ് വളയില്ല. എന്നിട്ട് ലാസ്റ്റ് ഹിപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ അത് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഹിപ്പിൻ്റെ നമ്മളൊരു എൻഡിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇതുപോലെ തിരിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടെ ഒരു സ്ക്വയർ പോലെ എടുക്കണം. ഇതുപോലെ തിരിച്ച് പിടിച്ചിട്ട് ഇപ്പുറത്തെ ഓപ്പണിൻ്റെ ഭാഗവും നമ്മൾ ഇതുപോലെ കറക്റ്റായി മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ പോലെ ഇരിക്കണം ഹിപ്പിൻ്റെ ഭാഗത്ത്. ഇവിടെയൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് കുറച്ച് ലൂസായിട്ട് തന്നെ വേണം, വലിക്കരുത്. നമുക്ക് ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഒന്നിങ്ങനെ വലിക്കും, കറക്റ്റായിട്ടിരിക്കും. പക്ഷെ അത് വലിക്കരുത്. വലിക്കാതെ ഇതുപോലെ ലൂസാക്കി തന്നെ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ സ്ലിറ്റ് മാത്രം തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്ത് സ്ലിറ്റ് അടിക്കുക. ഇതിപ്പോൾ നേരത്തെ ഒരു കസ്റ്റമർ എനിക്കൊരു കമൻറ്റ് ഇട്ടിരുന്നു, സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ലിറ്റിൻ്റെ മറുവശം കൂടിയാണ് തയ്ക്കാൻ പോകുന്നത്. മറുവശം ഇതുപോലെ ഒരേ അളവിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിത് എടുക്കുന്നത് നൈറ്റാണ്, കാരണം സമയം കിട്ടുന്നില്ല, പകൽ സമയം കിട്ടുന്നില്ല. നമുക്ക് സ്റ്റിച്ചിങ് തിരക്കൊക്കെ ഉള്ളത് ചെയ്യാനാണെങ്കിലും ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിവിടെ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് രാത്രിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ക്ലിയർ കുറവാണെങ്കിൽ. അടുത്ത് ഞാൻ ടൈം കിട്ടുമ്പോൾ കറക്റ്റായിട്ട് പകൽ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്ലിറ്റിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം കറക്റ്റായി ശ്രദ്ധിക്കണം. ആദ്യം മുതൽ തയ്ക്കുന്നവർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 1-2 പീസൊക്കെ ചെയ്തതിന് ശേഷം തന്നെ പിന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഫസ്റ്റ് പഴയ തുണി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പഠിക്കുന്നവരാണെങ്കിൽ. എന്നിട്ട് പുതിയ പീസിൽ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചുരിദാറിൻ്റെ
ഓപ്പൺ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെയാണ്, അതായത് ലെങ്ത്തിൻ്റെ താഴെ നമ്മൾ അരികെ മടക്കി അടിക്കുന്നത്, താഴെ ചുരിദാറിൻ്റെ താഴെ നമ്മൾ മടക്കി അടിക്കണം. അപ്പോൾ ഹിപ്പൊക്കെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 പീസും, അതായത് ഹിപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം താഴെ ചെറിയ കയറി ഇറങ്ങലൊക്കെ ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇതുപോലെ തട്ടിക്കൊടുക്കുക, അതായത് കട്ട് ചെയ്ത് എന്നിട്ട് താഴെ നേരത്തെ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പോലെ താഴെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എൻഡിലൂടെ ഒരു മേൽ സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട്. പതിച്ച് തയ്ക്കുക, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആയി എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ ഇട്ട സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എല്ലാവരും കാണാം. എനിക്ക് കുറച്ചായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസും ഇതുപോലെ ചെയ്യാം. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിൽ അവർ വിചാരിക്കും ഇതെന്താ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്ന് വിചാരിക്കും. പക്ഷേ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തവർക്ക്, ഫസ്റ്റ് മുതൽ പഠിക്കുന്നവർക്കാണെങ്കിൽ ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുടക്കത്തിൽ പഠിക്കുന്നവർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത്, നമ്മളിപ്പോൾ ഒരു സാരി ആണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള മുണ്ടാണെങ്കിലും അപ്പം എന്ത് നമുക്ക് ഇതുപോലെ അരികൊക്കെ കട്ട് ചെയ്ത് മടക്കി അടിക്കേണ്ട ഒരു പീസൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വലിക്കരുത്, മടക്കുന്ന ഭാഗം ലൂസാക്കി തന്നെ കൊടുക്കണം. എങ്കിലേ നമ്മളുടെ ഇതുപോലെ കറക്റ്റായി വൃത്തിയായിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ തിരിഞ്ഞ് നിൽക്കും. അതങ്ങനെ വരുള്ളൂ. എന്നിട്ട് ഇത് ചുരിദാറിൻ്റെ നമ്മുടെ ഈ ഓപ്പണിൻ്റെ ഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഭാഗം നല്ല വശത്തേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒരു സ്റ്റിച്ച് കൂടെ പതിച്ചടിക്കുകയാണ്. പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്കിപ്പോൾ പതിച്ചടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും മെഷീൻ്റെ സ്പീഡൊന്നും കൂട്ടണ്ട. നേരത്തെ കൂട്ടി അതേ സ്പീഡിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. അല്ലെങ്കിൽ കുറച്ചിങ്ങനെ തെന്നി അതായത് ഇറങ്ങിപ്പോവും, ഓപ്പൺ വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ ഓപ്പണും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവാണ് അടുത്ത് ചെയ്യുന്നത്. സ്ലീവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്ലീവ് ഇതുപോലെ പിടിച്ചിട്ട്, അതായത് നമ്മൾ സ്ലീവിൽ കുഴിച്ച് വെട്ടിയ ഭാഗം ഉണ്ടാവും, ഈ കുഴിച്ച് വെട്ടിയ ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടും ഇതുപോലെ അടിവശത്ത് നോക്കി മാർക്ക് ചെയ്യുക. ഇതുപോലെ ഈ മാർക്ക് ഫ്രണ്ടും ഞാൻ ഇത് വെച്ചതുപോലെ വെച്ചിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിവശം നോക്കിയിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ മാർക്ക് ചെയ്യാണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ കുഴിച്ച് വെട്ടിയ ഭാഗമൊക്കെ ചിലപ്പോൾ നമ്മൾ സ്ലീവ് വയ്ക്കുമ്പോൾ അത് ബാക്കിലോട്ട് പോകും. അപ്പോൾ അത് ബാക്കിലോട്ട് പോവാതിരിക്കാൻ, നമ്മുടെ സ്ലീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗം അടിവശത്തോട്ടാക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് കുഴിച്ച് വെട്ടിയ ഭാഗം. ഇനി അടുത്ത് സ്ലീവിൻ്റെ താഴെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അളവ് വെച്ച് സ്റ്റിച്ച്, അപ്പോൾ നിങ്ങൾ ഇതുപോലെ അളവെടുക്കണേ. നമ്മുടെ സ്ലീവിന് എത്രയാണ് ഇറക്കം വേണ്ടത്, ആ ഇറക്കം ഉള്ളത് വരെ ടാപ്പ് ലെങ്ത്ത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെ പിടിച്ചിട്ട് ആ ഇറക്കത്തിൻ്റെ ഭാഗം ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇത് ഇവിടെ ആം ഹോളിൻ്റെ ഇവിടെ കുറച്ച്, അതായത് കുറച്ച് പീസ് കുറവാണ്. എന്നിട്ട് ഇത് താഴെ ഇതുപോലെ നമ്മൾ അളവെടുത്ത ഭാഗം കറക്റ്റായി അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആം ഹോളിൻ്റെ വേസ്റ്റ് നോക്കണം. ഇത് താഴെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈയോടെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് കൈയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് സ്ലീവ് ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം.
നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഷോൾഡർ വെച്ച് ടാപ്പ് വെച്ചിട്ട് നമുക്ക് സ്ലീവ് എത്രയാണ് ഇറക്കം വേണ്ടത് ആ ഇറക്കത്തിൻ്റെ ഇതുവരെ ടാപ്പ് വയ്ക്കുക. എന്നിട്ട് ആ ഇറക്കം ടാപ്പിൻ്റെ എവിടം വരെയാണോ വരുന്നത് അവിടെ നമ്മൾ കൈയിൻ്റെ ചുറ്റളവ് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്ര ലൂസ് നമ്മുടെ കസ്റ്റമറിനാണെങ്കിൽ നമ്മൾക്കാണെങ്കിൽ എത്രയാണോ ലൂസ് വേണ്ടത് അത്ര ലൂസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ്. സ്ലീവ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം, അതായത് കുഴിച്ച് വെട്ടിയ ഫ്രണ്ട് ഭാഗവും സ്ലീവിൻ്റെയും കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരുന്ന പോലെ ചെയ്യണം. അതായത് സ്ലീവിൻ്റെ കുഴിച്ച് വെട്ടിയ ഭാഗം ബാക്കിലോട്ടൊന്നും വരരുത്, ഫ്രണ്ടിലോട്ട് തന്നെ വരണം. എന്നിട്ട് ഇതുപോലെ സ്ലീവ് നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതായത് 1/4 ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് പിടിക്കണം. ഒരേ അളവിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പിടിച്ചിട്ട് വേണം നമ്മുടെ സ്ലീവൊക്കെ കൈ റൗണ്ടൊക്കെ ചെയ്യണമെങ്കിൽ. അത് മെഷീൻ സ്പീഡ് കുറച്ച് ചെയ്താൽ മതി. അതായത് തയ്യൽ തുമ്പ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കുറച്ച് അങ്ങനെ വന്ന് നമ്മുടെ കൈ റൗണ്ട് കാണുമ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ 1/4 ഇഞ്ച് ഒരേ അളവിൽ നമ്മൾ സ്ലീവ് വെക്കണം. പിന്നെ ഫസ്റ്റ് സ്ലീവ് വെക്കുമ്പോൾ അതായത് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള നമ്മൾ ഫസ്റ്റ് സ്ലീവ് വെച്ച് തുടങ്ങുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലീവ് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക, അതായത് സ്ലീവ് മാത്രം. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് എത്താനാകുമ്പോൾ കുറച്ച് ലൂസാക്കി വേണം കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മുടെ കൈ നല്ല ഫിനിഷിങ്ങായി വൃത്തിയായിട്ടുണ്ടാവും. കൈ വലിയൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെയാണ് സ്ലീവ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ തയ്യൽ തുമ്പും സ്ലീവിൻ്റെ തയ്യൽ തുമ്പും 2 തയ്യൽ തുമ്പും അതായത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെച്ചിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കണമെങ്കിൽ. ഇപ്പോൾ നമ്മുടെ സ്ലീവൊക്കെ വെച്ച് കഴിഞ്ഞു. ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഷേപ്പിൻ്റെ അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഷേപ്പ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് ഒരു ചുളിവുണ്ടാവും. അപ്പോൾ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഷേപ്പിൻ്റെ ഇവിടെയാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് കൂടുതൽ പിടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ചുളിവുണ്ടാവും. അപ്പോൾ നമ്മൾ അടിവശത്തോട്ട് ചെറുതായി കട്ട് ചെയ്യുക. ഇനി ഞാനിവിടെ ഹെമ്മിങ് ചെയ്യും. ഇതിപ്പോൾ ഷേപ്പ് കുറച്ച് പിടിച്ചത് കൊണ്ട് അധികം ആ ഒരു ചുളിവ് വന്നിട്ടില്ല. കൂടുതൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അവിടെ ചുളിവ് വരും. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, എങ്കിലും അത് ഫിനിഷിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ സ്ലീവൊക്കെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇതുപോലെയാണ്. ഓപ്പണൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് കുറവുണ്ട്. പക്ഷെ വേറെ കുറച്ച് നല്ല ഒരു ഡാർക്ക് കളറൊക്കെ ആണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ എല്ലാവരും